നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം മാമലക്കണ്ട ഏരിയയിലാണ്. ആ സ്കൂളിൻ്റെ പരിസരത്താണ്. ഒരു ചെറിയൊരു വെള്ളമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മാമലക്കണ്ട സ്കൂളിലേക്കാണ്. വെള്ളച്ചാട്ടമുള്ള സ്കൂളില്ലേ, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ യാത്ര അവിടേക്ക് തിരിക്കുകയാണ്. പോവാം മാമലക്കണ്ട സ്കൂളിലേക്ക്. ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു കുന്ന് കയറും, അത്ര തന്നെ. ബൈക്കിലും പോകാൻ പറ്റും, പക്ഷെ ഒടുക്കത്തെ കുന്നാണ്. പിന്നെ ഒന്നും കാര്യം ഞങ്ങൾ പകുതി വരെ പോയി, പിന്നെ ഞങ്ങൾ തിരിച്ചു വരെ ചെയ്തു. പിന്നെ വണ്ടി ഭയങ്കര വലിക്കേണ്ടി വരും, വണ്ടിക്കും കേടാണ് അത് കയറുമ്പോൾ. ലോഡാകുമ്പോഴേ കുറച്ച് ക്രിട്ടിക്കലാ. എത്തിയില്ലേ വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഒഴുകുക. ഗവൺമെൻറ് സ്കൂൾ മാമലക്കണ്ടം. വേറൊരു വൈബൻ. ഇപ്പം വെള്ളമൊന്നുമില്ല. എൻ്റെ ജീപ്പ് എന്താ അല്ലേ, ജീപ്പ് കിടക്കണമെങ്കിൽ നീ ഇതെങ്ങനെ കയറ്റിയെടുക്കുന്നല്ലേ. ഇതാണ് സ്കൂള്, ജവായി സ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ല. എറണാകുളമാണോ ജില്ല, ഇടുക്കി ആയിട്ടില്ല. എന്തോരാൾക്കാരാവുന്നുള്ളു. ഞായറാഴ്ച വന്ന കാരണം സ്കൂളൊന്നുമില്ല, പൂട്ടിയിട്ടേക്കാണ്. സൈലൻറ്റ്. ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല, ജസ്റ്റ് മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് സ്കൂൾ കാണാമെന്ന് മാത്രം. കോഴിമുട്ട തിന്നാണോ എന്തോ, ചമ്മന്തിട്ട കോഴിമുട്ട. ജീപ്പ് നോക്കണോക്കിയ, ജീപ്പ് സഫാരി ഉണ്ട് ഇവിടെ. സഫാരിയിൽ കയറാനുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വെച്ചു. നല്ല രസമുണ്ട് കാണാൻ, കള്ള നോട്ടമുണ്ട്. പോവാല്ലേ, ജീപ്പിൻ്റെ തരണം. അയ്യോ നല്ല തിരക്കാ. അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അല്ലേ കാണാൻ. സ്കൂൾ കാണാൻ വരുന്നതാ. ഇടുക്കി ഗോൾഡ് അല്ലേ പടം, ഇതിൻ്റെ ലൊക്കേഷൻ? ഇടുക്കി ഗോൾഡ് അല്ലേ ഇതിൻ്റെ സ്കൂൾ ലൊക്കേഷൻ? പിന്നെ ഏത് പടമാണിത്, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏതാണാവോ? ഇവിടെ കുറെ ഈറ്റ ഉണ്ട് തോന്നുന്നു റോഡ് സൈഡിൽ. കണ്ട ഈറ്റാണ് ആനയ്ക്ക് ഭയങ്കര ഇഷ്ടം. മുള പോലത്തെ സാധനം ഇത് തിന്നാനാണ് ഒറ്റങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എനിക്കറിയില്ല ഇവിടെ എന്ത് കുഴപ്പം. ഊണ് കഴിക്കാൻ വന്നേക്കാണ്. ചെറിയൊരു നാടൻ ചോറ് കറി. നല്ല വെയിലത്ത് കഴിക്കാൻ അടിപൊളി എന്ന് പറയുന്നത് നാടൻ.